മഹാനായ താജുൽ ഉലമയെ നാം ആദരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം മഹാനായ താജുൽ ഉലമ ഒരു പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. എത്രയോ ആയിരക്കണക്കിന് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ഗുരുവര്യരായ പ്രഗത്ഭനായ ഒരു ആലിം. അതിന്റെ പുറമെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതുപോലെ ഒരിക്കലും തന്നെ ലാ തഖഫില്ലാഹി ലൗമത ലായിം, ആക്ഷേപിക്കുന്നവന്റെ ആക്ഷേപം അല്ലാഹുവിന്റെ വിഷയത്തിൽ ഭയപ്പെടാൻ പാടില്ല. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് പിന്നെ സൃഷ്ടികളുടെ തൃപ്തി നോക്കി കാര്യങ്ങൾ പറയേണ്ട ആവശ്യം ഇല്ല. അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അല്ലാഹുവിനെ ഭയപ്പെടും. അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നന്നായി പ്രകടിപ്പിച്ച് കാണിച്ചു തന്ന ഒരു മഹാനായിരുന്നു താജുൽ ഉലമ. മഹാനവർകൾ വെറും ഒരു കേവലം വലിയ ഒരു പണ്ഡിതൻ മാത്രമല്ല, ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിത്ത് ഉസ്താദിനെയും ഇ.കെ. ഉസ്താദിനെയും അനുസ്മരിക്കുന്ന ഒരു മാസമാണിത്. അതുപോലെ ധാരാളം മഹാന്മാരെ അനുസ്മരിക്കുന്ന ഒരു മാസമാണ്. മഹാനായ ഇ.കെ. ഉസ്താദ് അവർകളും കണ്ണിത്ത് ഉസ്താദ് അവർകളും ഒക്കെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ വളരെയേറെ ആദരിച്ചിരുന്നത് നമ്മളൊക്കെ നേരിൽ കണ്ടതാണ്. അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാരണം താജുൽ ഉലമ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു സയ്യിദും ആണ്, വെറും ഒരു കേവലം ഒരു ആലിം മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഉസ്താദായ ഇ.കെ. ഉസ്താദ് അവർകളും അതുപോലെ കണ്ണിത്ത് ഉസ്താദ് അവർകളും ഒക്കെയുള്ള സദസ്സുകളിൽ പലപ്പോഴും താജുൽ ഉലമ ദുആ ചെയ്യുന്നതായി നാം കാണാറുണ്ട്. ഇ.കെ. ഉസ്താദ് ആമീൻ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. താജുൽ ഉലമ ഒരു പ്രധാനപ്പെട്ട സയ്യിദും വലിയ ആലിമും ആണ്. അതിന്റെ പുറമെ ഞാൻ എന്റെ അനുഭവം പറയാണ്. ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതിപ്പിടിക്കുന്ന കാലത്ത് കാസർഗോഡ് ഭാഗങ്ങളിൽ വഅലിന് പോയാൽ വഅല് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 1983, 84, 85 കാലങ്ങൾ, ആ കാലങ്ങളിലൊക്കെ വഅല് പറഞ്ഞ് തിരിച്ചു വരുമ്പോ രാവിലെ ട്രെയിനിന് കാസർഗോഡ് നിന്നോ മംഗലാപുരത്ത് നിന്നോ വണ്ടിയിൽ കയറിയാൽ വരുന്നത് 2ാം ശനിയാഴ്ചയാണെങ്കിൽ പലപ്പോഴും അടുത്ത കമ്പാർട്ട്മെന്റിൽ നിന്ന് ഉറക്കെ ഖുർആൻ ഓതുന്നത് കേൾക്കാറുണ്ട്. ചെന്ന് നോക്കിയാൽ അത് താജുൽ ഉലമയായിരിക്കും. യാതൊരു മടിയുമില്ലാതെ വണ്ടിയിൽ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതും. 2ാമത്തെ ശനിയാഴ്ച വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിനു വേണ്ടി കോഴിക്കോട്ടേക്ക് വരികയായിരിക്കും. രാത്രി സമയത്ത് നീണ്ട തഹജ്ജുദ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഓർക്കുകയാണ്, നാദാപുരത്ത് ഒരു പള്ളിയിൽ ജുമാ സ്ഥാപിക്കുന്ന സമയത്ത് റമദാനിൽ തങ്ങളവറുകളെ ഞാൻ ക്ഷണിച്ചു. തങ്ങളവറുകൾ വന്നു. എന്റെ വീട്ടിലാണ് അന്ന് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത്. നോമ്പ് തുറന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്ന് ഞങ്ങളെല്ലാം തറാവീഹ് നിസ്കരിക്കുന്നു. തങ്ങളും ഞങ്ങളെ കൂടെ നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ തറാവീഹ് കഴിഞ്ഞ് ഞങ്ങൾ വിത്റിന് വേണ്ടി എഴുന്നേറ്റപ്പോ തങ്ങളവറുകൾ പറഞ്ഞു, ഞാൻ വിത്ർ 11 റക്അത്താണ് നിസ്കരിക്കാറ്. തങ്ങളവറുകൾക്ക് അന്ന് ഈ പ്രായം എത്രയുണ്ട് സുഹൃത്തുക്കളെ? മഹാനവറുകൾ എല്ലാ ദിവസവും 11 റക്അത്ത് വിത്ർ. ഈ രൂപത്തിൽ ഇബാദത്തിൽ മുഴുകി, ദിക്റുകളിലും ഔറാദുകളിലും മുഴുകി. അതേ സമയത്ത് ധാരാളം ആലിമീങ്ങളെ വാർത്തെടുത്ത് നല്ല നെഞ്ഞൂക്കോടുകൂടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നേതൃത്വം കൊടുത്ത മഹാനായ താജുൽ ഉലമ അനുസ്മരിക്കപ്പെടേണ്ടുന്ന ഏറ്റവും പ്രഗത്ഭമതിയായ ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മഹാൻ തന്നെയാണ്. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാൻ പലപ്പോഴും പല ഉറൂസ് പരിപാടികളിലും മറ്റ് പരിപാടികളിലും തങ്ങളോട് കൂടെ പങ്കെടുത്തിട്ടുണ്ട്. മഹാനായ തങ്ങളവറുകളുടെ കൂടെ പങ്കെടുത്താലും അന്ന് ഞാൻ വഅദ് പറയൽ അധികവും ആരനുസ്മരിക്കപ്പെടുന്നുണ്ടോ അവരെ സംബന്ധിച്ച് കുറച്ചേ പറയാറുള്ളൂ. മറ്റ് ജനങ്ങൾക്ക് ആവശ്യമായ ഉത്ബോധനങ്ങളാണ് കൂടുതലും പറയാറുള്ളത്. തങ്ങളവർക്ക് അതാണ് ഇഷ്ടം എന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പ്രായമുള്ള സമയത്തും എത്രയോ സ്റ്റേജുകളിൽ വഅദ് തീരുന്നത് വരെ തങ്ങളവറുകൾ ഇരുന്ന് വഅദ് കേട്ട് അങ്ങനെ നമുക്ക് പ്രചോദനം നൽകാറുണ്ട്, ധൈര്യം നൽകാറുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ അല്ലാഹു നൽകുമാറാകട്ടെ.